ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറാട്ട് തങ്കമണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ. സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപത്താണ് പുലിയിറങ്ങിയത്. വീടിന് പുറകിലെ തോട്ടത്തിൽ നിന്നിരുന്ന പശുക്കുട്ടിയുടെ പകുതി ഭാഗവും ഭക്ഷിച്ച നിലയിലാണ്. പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്ന് പുലർച്ചെയാണ് പ്രദേശവാസികൾ പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. ആഴ്ചകൾക്ക് മുൻപ് എച്ചിപ്പാറ, കുണ്ടായി, വലിയകുളം പ്രദേശത്തും പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കും ആദിവാസി കോളനികൾക്കും സമീപത്തായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന പ്രദേശത്ത് പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പുലിയിറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പതിവായ സാഹചര്യത്തിൽ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മീഡിയ ടൈം, പുതുക്കാട്. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടിലിങ്ങൽ ബസാർ ഏറാട്ട് സദാനന്ദന്റെ ഭാര്യ 67 വയസ്സുള്ള തങ്കമണിയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെടുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വീട്ടിനകത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ തങ്കമണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനകം മരണം സംഭവിച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് മതിലകം പോലീസ് എൻക്വസ്റ്റ് നടത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വികസനക്ഷേമ മേഖലകളിൽ നേട്ടം കൈവരിക്കുന്നത് തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കൂടെ നിൽക്കേണ്ടവർ സർക്കാരിനെ എതിർക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരം സമീപനത്തിനെതിരെ അണിനിരക്കും. കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ പതറാതെ വികസനക്ഷേമ മേഖലകളിൽ നേട്ടം കൈവരിക്കുന്നത് തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുരിശിക്കര മടക്കാട്ടുപറമ്പ് വീട്ടിൽ ലക്ഷ്മി വനഭൂമി പട്ടയവും, ചിറ്റിലപ്പള്ളി നീലത്ത് വീട്ടിൽ രവീന്ദ്രൻ, പാണഞ്ചേരി വില്ലേജ് കളപ്പുരപ്പറമ്പിൽ ജോയ് എന്നിവർ പുറമ്പോക്ക് പട്ടയവും മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. 2024 മാർച്ച് 1 മുതൽ 15 വരെ സംസ്ഥാനത്തെ മലയോര മേഖലയിലെ എല്ലാ വില്ലേജുകളിലും വനഭൂമി പട്ടയങ്ങൾക്കായി അപേക്ഷ ലഭ്യമാക്കാത്ത മലയോര കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസരം അനുവദിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. 1977 മുൻപ് പട്ടയം ലഭ്യമാക്കാൻ അവകാശമുള്ള ഭൂമി കൈവശമുള്ള ആളുകളിൽ അർഹതപ്പെട്ടവർക്ക് പ്രത്യേക അപേക്ഷയും സംയുക്ത പരിശോധനയും നടത്താൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 2.5 വർഷത്തിൽ വിതരണം ചെയ്തത് 1,53,103 പട്ടയങ്ങളാണ്. സംയോജിത പോർട്ടൽ ഉടൻ നിലവിൽ വരും. ഡിജിറ്റൽ റിസർവേയിലൂടെ യഥാർത്ഥ ഭൂമിയുടെ അവകാശികളെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ ജില്ലയിൽ 3,922 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. LA 13, LA 24, കോളനി പട്ടയം 5, LD 3,508, മിച്ചഭൂമി 13, വനഭൂമി പട്ടയം 325, ഇനാം 23, സുനാമി 11 എന്നിങ്ങനെയാണ് കണക്ക്. MLA-മാരായ P. ബാലചന്ദ്രൻ, VR സുനിൽകുമാർ, ET ടൈസൺ മാസ്റ്റർ, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് ബോർഡ് സെക്രട്ടറി A. ഗീത, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്,
അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ജലമണി പദ്ധതി നടപ്പിലാക്കാൻ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഉത്തരവ് പുറത്തിറക്കിയത്. പൊതുപ്രവർത്തകനായ മുപ്ലിയം സ്വദേശി KG രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ക്രമമായ ഇടവേളകളിൽ ബെൽ മുഴക്കി കുട്ടികളെ വെള്ളം കുടിക്കാൻ ശീലിപ്പിക്കുന്നതാണ് ജലമണി പദ്ധതി. 2020 മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും കോവിഡിനെ തുടർന്ന് പദ്ധതി നടപ്പാക്കിയിരുന്നില്ല. ഇതേക്കുറിച്ച് രവീന്ദ്രനാഥ് കഴിഞ്ഞ ആഴ്ച മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവ് ഇറക്കിയത്. എത്രയും വേഗം പദ്ധതി നടപ്പിലാക്കിയതായി ഉറപ്പുവരുത്തണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ, RDD, AD, ഡയറ്റ് പ്രിൻസിപ്പൽ എന്നിവർക്ക് മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സ്കൂൾ സമയത്ത് ക്രമമായ ഇടവേളകളിൽ ബെൽ മുഴക്കി കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ശീലിപ്പിക്കുന്നതാണ് ജലമണി പദ്ധതി. രാവിലെ 10:30 ഉച്ചയ്ക്ക് 2 ബെൽ മുഴക്കി 5 മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകളിൽ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. രാവിലെ 10:30 ഉച്ചയ്ക്ക് 2 ബെൽ മുഴക്കി 5 മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകൾ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവരാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വെള്ളം ശരിയായ അളവിൽ കുടിക്കാത്തത് മൂലം കുട്ടികൾക്കുള്ള ക്ഷീണം, ദഹനക്കുറവ്, വൃക്കകളുടെയും മറ്റ് അവയവങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനാണ് ജലമണി പദ്ധതി നടപ്പിലാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കാനാണ് ഉത്തരവ്. മീഡിയ ടൈം, തൃശൂർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMന്റെ 2 കൗൺസിലർമാർ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാട, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം എന്നിവരാണ് EDക്ക് മുന്നിൽ എത്തിയത്. തൊട്ടടുത്ത ദിവസം AC മൊയ്തീനും MK കണ്ണനും നോട്ടീസ് അയക്കാനാണ് സാധ്യത. രാവിലെ 10 മണിയോടെ അനൂപ് ED ഓഫീസിലെത്തി. അരമണിക്കൂറിന് ശേഷം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരവും ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സതീഷ് കുമാറുമായും CPIM നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള ഇവർ വ്യാജ പ്രമാണം ഹാജരാക്കി ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പ തട്ടിയതിനെക്കുറിച്ച് അറിവുണ്ടെന്നാണ് ED റിപ്പോർട്ട്. മുൻമന്ത്രിയും CPIM നേതാവുമായ AC മൊയ്തീൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമായ MK കണ്ണൻ എന്നിവരെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പ്രാദേശിക നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് വിലയിരുത്തൽ. തൊട്ടടുത്ത ദിവസം AC മൊയ്തീനും MK കണ്ണനും നോട്ടീസ് അയക്കാനാണ് സാധ്യത. കേസിൽ ED ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പ്രതിപട്ടികയിൽ 55 പേരാണുള്ളത്. മീഡിയ ടൈം, കൊച്ചി. പറവൂർ നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി ലോകബാങ്ക് സാമ്പത്തിക സഹായം. അധികം വൈകാതെ ലോകബാങ്ക് ഉദ്യോഗസ്ഥർ പറവൂരിലെത്തി പദ്ധതി പ്രദേശം സന്ദർശിക്കും. 1.25 ഏക്കർ സ്ഥലമാണ് പദ്ധതി നടത്തിപ്പിനായി നഗരസഭ വിട്ടു നൽകുന്നത്. ആധുനിക രീതിയിൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് 4.8 കോടി രൂപയാണ് പറവൂർ നഗരസഭയ്ക്ക് ലോകബാങ്ക് അനുവദിച്ചിരിക്കുന്നത്. 3 ഏക്കർ വരുന്ന വെടിമറ ഡബ്ബിംഗ് ഗ്രൗണ്ടിൽ പദ്ധതിയുടെ പ്രാരംഭഘട്ടമായി സോളിഡ് വാട്ടർ ഡ്രോൺ പരിശോധനകൾ തൃപ്തികരമായ വിധത്തിൽ പൂർത്തിയായി. അധികം വൈകാതെ ലോകബാങ്ക് ഉദ്യോഗസ്ഥർ പറവൂരിലെത്തി പദ്ധതി പ്രദേശം സന്ദർശിക്കും. 1.25 ഏക്കർ സ്ഥലമാണ് പദ്ധതി നടത്തിപ്പിനായി നഗരസഭ വിട്ടു നൽകുന്നത്. 6 മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. പദ്ധതി പ്രദേശം ചെയർപേഴ്സൺ ബീന ശശിധരൻ സന്ദർശിച്ചു. പറവൂരിന്റെ ഏറ്റവും വലിയ ചിരകാല സ്വപ്നമാണ് പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ MK രാജു പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സണോടൊപ്പം കൗൺസിലർമാരായ ജഹാംഗീർ തോപ്പിൽ, MK ബാനർജി, TM അബ്ദുൾ സലാം, അനു വട്ടത്തറ, നഗരസഭാ സെക്രട്ടറി എന്നിവരും ആരോഗ്യ പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. മീഡിയ ടൈം, പറവൂർ. സർക്കാരും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് 2018 പ്രളയ നഷ്ടങ്ങളെ കേരളം അതിജീവിച്ചതെന്ന് മന്ത്രി K. രാജൻ. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പ്രളയപുരയിലെ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 1 കോടി രൂപ ചെലവഴിച്ച് റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപുര നിർമ്മിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രളയബാധിതർക്കായി നിർമ്മിച്ച ഭവന സമുച്ചയം അർഹതപ്പെട്ടവർക്ക് കൈമാറാൻ തീരുമാനമായത്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായാണ് അന്നത്തെ ഭരണസമിതി പ്രളയപുര എന്ന പേരിൽ ഭവന സമുച്ചയം പണിതീർത്തത്.
പെരിഞ്ഞനം 5-ാം വാർഡിലെ കനോലി കനാലിനോട് ചേർന്ന 62 സെന്റ് സർക്കാർ ഭൂമിയിൽ റോട്ടറി ക്ലബിന്റെ CSR ഫണ്ട് 1 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം പണിതത്. ഇരുനിലകളിലായി 530 ചതുരശ്ര അടി വീതം 14 വീടുകളാണ് നിർമ്മിച്ചത്. ഇവിടേക്കുള്ള റോഡും കാന സംരക്ഷണ ഭിത്തി കെട്ടിയും വീട്ടിലേക്കുള്ള വൈദ്യുതീകരണം അടക്കമുള്ള പണികളും പൂർത്തീകരിച്ചു. എന്നാൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ വീട് നൽകാൻ കഴിയൂവെന്ന നിയമസ്ഥിതി ഉണ്ടായിരുന്നു. തുടർന്നാണ് വിഷയത്തിൽ മന്ത്രിസഭാ തീരുമാനം. പ്രളയബാധിതരെ കൂടാതെ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത പഞ്ചായത്തിലെ അർഹരായ കുടുംബങ്ങളെയും ഭരണസമിതി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുമാണ് പ്രയോജനം ലഭിക്കുന്നത്. ചടങ്ങിൽ 8 വീടുകൾ കൂടി കൈമാറി. E.T. ടൈസൺ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുഖ്യാതിഥിയായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, കൊടുങ്ങല്ലൂർ തഹസിൽദാർ അനിൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ അജിത, റോട്ടറി ക്ലബ് ഭാരവാഹികളായ അശോകൻ തറയിൽ, സച്ചിത് തറയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജുക്കുട്ടൻ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, വില്ലേജ് ഓഫീസർ ഷൈബി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കയ്പമംഗലം. ജില്ലാതല നിക്ഷേപക സംഗമം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ രൂപരേഖ പ്രകാശനവും വിവിധ താലൂക്കുകളിൽ നിന്നും കൂടുതൽ നിക്ഷേപം നടത്തിയ കമ്പനികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ S ഷീബ അധ്യക്ഷയായി. കേരളത്തിലെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ജില്ലാതല ഏകജാലക ബോർഡുകൾ സ്ഥാപിച്ച് ഏകോപനം നടത്തിവരികയാണ്. സ്വകാര്യ മേഖലയിൽ വ്യവസായ പാർക്കുകൾ തുടങ്ങുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുന്നുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയുടെ വ്യവസായിക വാണിജ്യ മേഖലയ്ക്ക് കൂടുതൽ സാധ്യത ലഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. ജില്ലയിൽ വ്യവസായ രംഗത്ത് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്ന പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, നൂതന സംരംഭകാശയങ്ങൾ സംബന്ധിക്കുക, നിക്ഷേപക പ്രോത്സാഹന നിയമങ്ങളെക്കുറിച്ച് അറിവ് നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ജില്ലാതല നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത്. ജില്ലാ വ്യവസായ രൂപരേഖ പ്രകാശനവും വിവിധ താലൂക്കിൽ നിന്നും കൂടുതൽ നിക്ഷേപം നടത്തിയ കമ്പനികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഹോട്ടൽ ഗരുഡയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ S ഷീബ അധ്യക്ഷയായി. MSM EDF OGS പ്രകാശ്, ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ, KSSIA പ്രസിഡന്റ് K ഭവദാസൻ, ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ R സ്മിത, അസിസ്റ്റന്റ് ഇൻഡസ്ട്രിയൽ ഓഫീസർ PR മിനി തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. മുരിങ്ങൂർ ഡിബേൻ നഗർ മേൽപ്പാലത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് പരിക്കേറ്റു. കാടുകുറ്റി ചെട്ടിവളപ്പിൽ മേരി ടീമ ഡിസൽവയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9:30യോടെയായിരുന്നു അപകടം. കാടുകുറ്റിയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോയിരുന്ന സ്കൂട്ടറും എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പരിക്കേറ്റ യുവതിയെ ചാലക്കുടി താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ചക്രം കല്ലിലുള്ള കാവും കളവും നടന്നു. തുടർന്ന് നടന്ന പൊങ്കാല സമർപ്പണ ചടങ്ങ്, തെണ്ട്, വഴിപാട് സമർപ്പണം എന്നിവ SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രീതി നടേശൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള ഏരിയ കൺവെൻഷൻ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈല ജോയ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിൽ പലർക്കും അറിയാം, പെൻഷൻ അപേക്ഷ വെച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പെൻഷൻ കുടിശ്ശിക കിട്ടുന്നില്ല. പെൻഷൻ തന്നെ നമുക്ക് കൃത്യമായി കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രസവാനുകൂല്യം നമ്മൾ അപേക്ഷിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും 2000 രൂപ ക്ഷേമനിധിയിൽ കിട്ടിയിട്ട് ബാക്കിയുള്ള 13,000 രൂപ ഗവൺമെന്റ് തരാതെ കഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇതിനെതിരായിട്ടാണ് ജനുവരി 31 14 ക്ഷേമനിധി ഓഫീസിലും, അതായത് 13 ക്ഷേമനിധി ഓഫീസിലും തിരുവനന്തപുരത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ മുന്നിലും
ജനുവരി 31 ഒരു സമരം നടത്തുകയുണ്ടായി. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 500 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത്. ആര് ഭരിച്ചാലും ഏത് ഗവൺമെന്റ് ഭരിച്ചാലും നമ്മുടെ ആനുകൂല്യങ്ങൾക്ക് നമ്മൾക്ക് നേടിത്തരണം. ഏരിയ വൈസ് പ്രസിഡന്റ് TR രാജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലീല ശ്രീധരൻ, ബീന ഉണ്ണികൃഷ്ണൻ, രമണി പരമേശ്വരൻ, ജോർജ് പട്ടേരി എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തുക, വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് തുക പുനഃസ്ഥാപിക്കുക, പ്രസവ ധനസഹായം 15,000 രൂപ ഒറ്റത്തവണയായി നൽകുക തുടങ്ങിയ കാര്യങ്ങൾ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്വരം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്നും വൃത്തിയായി പരിപാലിക്കണമെന്നും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ നടന്ന പൊതുസമ്മേളനം സ്വാതന്ത്ര്യത്തിന്റെ മുറിവുകൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷയായി. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി AS സാബു, KS രാമദാസ്, KK വിജയൻ, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രേംലാലസ്, ജില്ലാ പ്രസിഡന്റ് PS ജയകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AV രജീഷ്, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി KK റസിയ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷി വിളവെടുപ്പ് നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MA മറിയം മുഖ്യാതിഥിയായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജുകുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വാർഡ് മെമ്പർമാരായ സുജിത സലീഷ്, സുജ വിനോദ്, CP ഉല്ലാസ്, പ്രധാന അധ്യാപിക സീമ, ഹരിതം ഗ്രൂപ്പ് പ്രതിനിധി ജയറാം, PTA പ്രസിഡന്റ് മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ പരിസര പ്രദേശങ്ങളിൽ 1500-ൽ പരം ഗ്രോ ബാഗിലാണ് മഞ്ഞൾ കൃഷി നടത്തിയത്. 200 കിലോയോളം മഞ്ഞൾ വിളവെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ AITUC കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് PK രാജീവ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, KC ശിവരാമൻ, CN സതീഷ് കുമാർ, സായിദ മുത്തുക്കോയ തങ്ങൾ, സജിത പ്രദീപ്, NS ഗോപി, അഡ്വക്കേറ്റ് ശ്രേയസ് തുടങ്ങിയവർ സംസാരിച്ചു. 3 പീടികയിൽ നിന്നും തുടങ്ങിയ പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. K സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NKC സംസ്ഥാന ജനറൽ സെക്രട്ടറി NN ഷാജി നയിക്കുന്ന വിളംബര വാഹന പ്രചരണ ജാഥ പറവൂരിൽ നിന്നും ആരംഭിച്ചു. NKC സംസ്ഥാന ചെയർമാൻ കുരുവിള മാത്യൂസ് ജാഥ ഉദ്ഘാടനം നിർവഹിച്ചു. ജാഥ ക്യാപ്റ്റൻ NN ഷാജി, രാജു മാടവന, ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് ഷൈൻ, ജില്ലാ സെക്രട്ടറി VS സനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വരാപ്പുഴ, കളമശ്ശേരി, കാക്കനാട്, തൃപ്പുണിത്തറ, വൈറ്റില, കലൂർ, മേനക, കാളമുക്ക്, തോപ്പുംപടി, കുമ്പളങ്ങി എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ചാലക്കുടി മേഖല വാർഷിക പൊതുയോഗം നടന്നു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മേഖല പ്രസിഡന്റ് സണ്ണി ജോർജ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് K ഭാവദാസ്, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, നോബി ജോസഫ്, പോൾ വാഴക്കാല, MG അനന്തകൃഷ്ണൻ, വേണു അനിരുദ്ധൻ, ഷിൻ ആന്റണി, മേഖലാ സെക്രട്ടറി സാബു ചക്കാലക്കൽ, PR രാജീവ് എന്നിവർ സംസാരിച്ചു. പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾക്ക് കീഴിലുള്ള ITIകളിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ട്രേഡുകളും കോഴ്സുകളും വിഭാവനം ചെയ്യുന്നതായി വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള നടത്തറ ഗവൺമെന്റ് ITIയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പഴയ ട്രേഡുകളും കോഴ്സുകളും പുനഃസ്ഥാപിച്ച് പുതിയ കോഴ്സുകൾ കൊണ്ടുവരുവാൻ ലക്ഷ്യമിടുന്നുണ്ട്. റവന്യൂ മന്ത്രി K രാജൻ ചടങ്ങിൽ അധ്യക്ഷനായി. നടത്തറ ഗവൺമെന്റ് ITI അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് മുഖ്യാതിഥിയായി. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണൻ സംബന്ധിച്ചു.
കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വരന്തരപ്പിള്ളി പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് വരന്തരപ്പിള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ 11-ന് നടത്തിയ പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് എം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KL ജോസ്, പ്രവാസി പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജോസഫ്, നേതാക്കന്മാരായ വിനയൻ പണിക്കവളപ്പിൽ, ഔസേബ് ചെരടായി, ഡേവിസ് അക്കര എന്നിവർ പങ്കെടുത്തു. ചിമ്മിനി ഡാമിൽ നിന്ന് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കുമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മുകുന്ദപുരം താലൂക്ക് മൺപാത്ര കുടിൽ വ്യവസായ സഹകരണ സംഘം ചിറ്റിശ്ശേരിയിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. കേരള ഗാദിഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഗാദിഗ്രാമ വ്യവസായ ബോർഡ് അംഗം KA രതീഷ്, ഗാദിഗ്രാമ വ്യവസായ ബോർഡ് അംഗം കമല സദാനന്ദൻ, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, സംഘം പ്രസിഡന്റ് KC ദേവദാസൻ, സെക്രട്ടറി MK ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം VT വിജയലക്ഷ്മി, ജില്ലാ ഗാദി ഗ്രാമ വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ S. സജീവ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KM ബാബു, VP ഔസേബ്, KV മണിലാൽ, VS വിദ്യാധരൻ, കോൺട്രാക്ടർ KV പൗലോസ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറാട്ട് തങ്കമണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ. സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.